ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു മിൽക്ക് ട്രക്കിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം ഏതായാലും നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു സൊസൈറ്റി ഉണ്ട്. അവിടെ പാലെടുക്കാൻ വേണ്ടി ട്രക്ക് വരുന്നുണ്ട്. എങ്കിൽ പിന്നെ പാലൊക്കെ കയറ്റി പോകാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. എങ്കിൽ അത് നമുക്ക് ആ സമയം കൊണ്ടൊന്ന് റിവ്യൂ ചെയ്തേക്കാമെന്ന് ഓർത്താണേ. അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ തന്നെ നേരെ റിവ്യൂയിലേക്ക് പോകാവേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. ആ ഫ്രണ്ട് ഗ്ലാസ്സാണ് നിങ്ങൾ കാണുന്നത്. നല്ല വിസിബിലിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ബോണറ്റും ആ ഗ്രില്ലും പിന്നെ ഹെഡ്ലാമ്പാണ്. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും രണ്ട് സൈഡിലെയും ആ ഹെഡ്ലാമ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ ഇതൊരു ടാറ്റ ട്രക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ടാറ്റ ടിപ്പറിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ ആരെങ്കിലും കാണാത്തവരായിട്ടുണ്ടെങ്കിൽ കയറി ഒന്ന് കണ്ടേക്കണം കേട്ടോ. നമ്മളതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. പിന്നെ വരുന്നത് അതിൻ്റെ ഫ്രണ്ട് ബമ്പറും പിന്നെ നമ്പർ പ്ലേറ്റൊക്കെയാണ്. നമ്പർ പ്ലേറ്റ് കുറച്ച് മാഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് നമ്പർ കറക്റ്റ് അറിയത്തില്ല. ഏതായാലും ഡൽഹി വണ്ടിയാണ് കേട്ടോ. ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയാണ്. അത് നമ്മുടെ കേരളത്തിൽ ഓടുന്നു എന്നേ ഉള്ളൂ. ഇനി സൈഡിൽ നോക്കുകയാണെങ്കിൽ സൈഡ് ഡോറാണ്. അവിടെ മിൽക്ക് ഡയറി ആ സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന ടയറാണ്, അത് റബ്ബർ മെറ്റീരിയലാണ്. ഒരു സിൽവർ അലോയ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ ടാങ്കറാണ്. അതിൽ മിൽക്ക് ഡയറി എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്രേ കളർ എന്നൊക്കെ പറയാം. അങ്ങനെയാണ് അതിൻ്റെ പെയിൻറ്റ് ചെയ്തേക്കുന്നത്. ആകെ മൊത്തം ഒരു ബ്ലൂ ആൻഡ് ഗ്രേ ബ്ലാക്ക് കളർ കോമ്പിനേഷനാണ് അവിടെ ട്രക്ക് വരുന്നത്. കളർ ഏതായാലും കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അതിൻ്റെ താഴത്തെ പ്ലാറ്റ്ഫോമാണ്, അതിൽ ബ്ലൂ കളറാണ് കൊടുത്തേക്കുന്നത്. പിന്നെ വരുന്നത് ബാക്കിലെ വീലാണ്, റബ്ബർ മെറ്റീരിയൽ തന്നെ. പിന്നെ വരുന്നത് ഡീസൽ ടാങ്കാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡാണ് വരുന്നത്. അതിൽ മിൽക്ക് ഡയറി എന്ന് എഴുതിയിരിക്കുന്നു. പിന്നെ താഴെ വരുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ അതെല്ലാം പെയിൻറ്റിംഗ് ആണ് കേട്ടോ. റൈറ്റ് സൈഡ് ലൈറ്റും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ലൈറ്റും കാണാൻ സാധിക്കുന്നു. പിന്നെ വരുന്നത് നെക്സ്റ്റ് സൈഡ് സെയിം അതുപോലെ തന്നെ മിൽക്ക് ഡയറി എന്നുള്ള സ്റ്റിക്കറൊക്കെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഡ്രൈവർ ക്യാബിനൊക്കെ ഡ്രൈവർ സീറ്റൊക്കെ നമുക്ക് അതിലൂടെ കാണാൻ സാധിക്കുന്നു. സ്റ്റിയറിംഗ് കാണാൻ സാധിക്കുന്നു. നല്ല വിസിബിലിറ്റി ഉണ്ട് ഗ്ലാസ്സിലൂടെ. പിന്നെ അതിൻ്റെ ഡോറൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട് വീല് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും മിൽക്ക് ഡയറി എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സിമ്പിളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സ്റ്റെപ്പിന് വീല് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്തേക്കാണ് കേട്ടോ. ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ 3 ടാങ്കിൻ്റെ ഓപ്പണിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അതങ്ങനെ ആ 3 ഓപ്പണിങ് ഇവിടെ കൊടുത്തേക്കുന്നതാണേ. അപ്പോൾ ഏകദേശം ഇതായിരുന്നു കേട്ടോ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിലിങ്. സിമ്പിളാണ്, ഒത്തിരി ഒന്നും പറയാനില്ല. പാലൊക്കെ കയറ്റി ഡ്രൈവർ ചേട്ടൻ വണ്ടി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, ഇതൊരു പുൾ ബാക്ക് ആക്ഷൻ ടോയാണ് കേട്ടോ. അത് പറയാൻ മറന്നു പോയതാണേ. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാവേ. എല്ലാവരോടും ബൈ.